നടിയും ഉദ്ഘാടകയുമായ ഹണി റോസ് നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ പ്രശസ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുന്നു. വയനാട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. ആന്റണി ജിസ് ജോർജ്, അല്പസമയത്തിനകം കൊച്ചിയിൽ എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെയായിരുന്നുവല്ലോ വയനാട്ടിൽ നിന്നുള്ള അറസ്റ്റ്. ഇപ്പോൾ ഈ രാവിലെയായിരുന്നു കസ്റ്റഡിയിലെടുത്ത് ഇനി കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളുണ്ട്. ഇപ്പോൾ എവിടം വരെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ? കൃത്യമായി അവരെവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും ഒരു 7 മണിയോടുകൂടി അല്ലെങ്കിൽ 8 മണിയോടുകൂടിയൊക്കെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് സംഘം ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഈ കൽപ്പറ്റയിൽ നിന്ന് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 8 മണിയോടുകൂടിയെങ്കിലും എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിവേഗത്തിൽ തന്നെ പോലീസ് സംഘം എത്തും എന്നുള്ളതാണ് ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കൊച്ചി DCP പറഞ്ഞത്. ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഈ സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്കടക്കം പോകുമെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് മാനന്തവാടിയിലെ 1000 ഏക്കർ റിസോർട്ട്, ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള 1000 ഏക്കർ റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരും വയനാട് SP സ്ക്വാഡും ചേർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇത് ആരും കസ്റ്റഡിയിലെടുക്കുന്നൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് പുത്തൂർ വയൽ പോലീസ് ക്യാമ്പിൽ എത്തിക്കുമ്പോഴാണ് ഈ വിവരം മറ്റ് മാധ്യമങ്ങളൊക്കെ അറിയുന്നത്. സ്വകാര്യ വാഹനത്തിലാണ് ഈ റിസോർട്ടിൽ നിന്ന് ക്യാമ്പിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. അവിടെ ഒരു 1.5 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷമാണ് 12 മണിയോടുകൂടി പോലീസിന്റെ വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂരുമായി ഇപ്പോൾ പോന്നിട്ടുള്ളത്. ഏതായാലും വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം കൊച്ചിയിലെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിനായി ജാമ്യാപേക്ഷ നൽകാനാണ് ഇപ്പോൾ അവരുടെ അഭിഭാഷകൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്തയുമായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു പരാമർശം